നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തൊരു കഷ്ടായത്. എന്തു പറ്റി ശ്യാമേച്ചി? ശ്യാമേച്ചി എന്താ പറ്റിയേ? ശ്യാമേച്ചി എന്താ പറ്റിയേ? ഒന്നുമില്ല മോളെ. ചേട്ടാ എന്റെ കൃഷ്ണ, വയറ് വേദനിക്കുന്നല്ലോ. ഇവിടെ നിർത്തങ്ങളെ. താങ്ക്സ് അങ്ങളെ, ഞാനിപ്പോ പൈസ വാങ്ങിട്ട് തരാം. ശരി. മീറ്റിംഗ് നടക്കുക മോളെ, അങ്ങോട്ട് പോവല്ലേ? ഒരു അത്യാവശ്യ കാര്യം പറയാനാങ്ങളെ. ആരോട്? വർമ്മ സാറിനോടോ? ആ അതെ. അതെ, ഇപ്പൊ പറ്റില്ല, മീറ്റിംഗ് കഴിയട്ടെ. അതൊന്നും പറ്റില്ല, അത്യാവശ്യ കാര്യാ. എന്തു പറഞ്ഞാലും ഇപ്പൊ കാണാൻ പറ്റില്ല. എനിക്കൊരു കാര്യം പറയണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞില്ലേ മോളെ പറ്റില്ലാന്ന്. മോൾ എന്തിനാ നിർബന്ധം പിടിക്കുന്നത്? ശ്രീകുട്ടിയോ? മോളെ ശ്രീകുട്ടി, നീ എന്താ ഇവിടെ? മുത്തശ്ശി. എന്താ മോളെ? മുത്തശ്ശി, എനിക്ക് മുത്തശ്ശിയോടൊരു കാര്യം സംസാരിക്കണം. മോളെങ്ങനെ ഇവിടെ വന്നു? ആരെ കൂടെ ഉള്ളേ? ഞാൻ തനിച്ചു വന്നതാ. തനിച്ചോ? ഒരു വലിയ സംഭവം നടന്നു. അത് മുത്തശ്ശനോട് പറയാൻ ശ്യാമേച്ചിയാ പറഞ്ഞേ. എന്താ കാര്യം പറയേ? മുത്തശ്ശനോട് പറയാനാ ശ്യാമേച്ചി പറഞ്ഞേ. ആയിക്കോട്ടെ, അത്യാവശ്യ കാര്യമാണെങ്കിൽ മോൾ എന്നോട് പറ, നമുക്ക് വേണ്ടത് ചെയ്യാം. മുത്തശ്ശിയല്ലേ ചോദിക്കുന്നേ, മോൾ എന്നോട് പറ. മുത്തശ്ശിയോട് പറഞ്ഞ. മോളുടെ മുത്തശ്ശിയല്ലേ, പറ. മുത്തശ്ശി, എന്റെ അമ്മയെ പോലീസ് പിടിച്ചോണ്ടുപോയി. എന്തിന്? ഞാനും അരുണങ്ങളും അവിടെ ചെന്നപ്പോഴാ കാണുന്നേ. അരുൺ അശ്വതിയെ കണ്ടെത്തിയോ? അപ്പോ ശ്രീകുട്ടി അരുണിന്റെ മോളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈശ്വരാ. ആ SI അരുണങ്ങളെയും സ്റ്റേഷനിൽ പിടിച്ചു വെച്ചേക്കുവാ. അവിടെ വന്ന് ശ്യാമേച്ചി എന്നെ ഇവിടെ കൊണ്ടുവന്നേ. എന്നിട്ട് ശ്യാമ എവിടെ? എങ്ങനെയെങ്കിലും അരുണങ്ങളിനെ എന്റെ അമ്മയെ രക്ഷിക്കണം മുത്തശ്ശി. മോളിവിടെ നിൽക്ക്, ഞാൻ മുത്തശ്ശനോടൊന്ന് സംസാരിക്കട്ടെ. പേടിക്കണ്ട കേട്ടോ, നമുക്ക് വേണ്ടത് ചെയ്യാം. ഞാൻ പറയാതെ നിന്നെ ഇവിടുന്ന് ആരും തുറന്നുവിടില്ലേ. ഇതേ പോലീസ് സ്റ്റേഷനാ. നിന്റെ അധികാരത്തിന്റെ ഹുങ്ക് അതെന്നോട് കാണിക്കരുത്. അതേടാ, ഞാൻ കാണിക്കും. നീ പറഞ്ഞ അധികാരത്തിന്റെ ഹുങ്ക് ഞാൻ കാണിക്കും. ഓ, സമയം വൈകി. നിന്റെ അഭി എവിടെ?
എന്നെയും കാത്ത് മുഷിഞ്ഞിട്ടുണ്ടാവും. ഞാനേ ഒന്ന് ചെന്ന് ശരിക്കും അവളൊന്ന് ആശ്വസിപ്പിക്കട്ടെ. പിടക്കാടാ, നിനക്കുള്ളതേ ഞാൻ തിരിച്ച് വന്നിട്ട് തരാം. ഇല്ലച്ചാ, വാ. സർ. ദേ, വലിയ പുള്ളിയ, പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടല്ലോ. ശരി സർ. ജേഷ തുറന്നു വിടാൻ. സാർ നിൽക്ക് സാർ. സാർ ആരാണ് ഇവരൊക്കെ ഇങ്ങോട്ട് കടത്തിവിട്ടത്? ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ വന്നതാ സാർ. വെക്കോ. ഇവിടെ നിങ്ങൾക്ക് എന്താ കാര്യം? അത് സാർ, അരുൺ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ ലോക്കപ്പിൽ അടച്ചിരിക്കുന്നത്? പറയണം സർ, എന്ത് തെറ്റാ അവൻ ചെയ്തേന്ന്. സ്റ്റേഷനിൽ കയറി സബ് ഇൻസ്പെക്ടറെയും പോലീസുകാരെയും ആക്രമിച്ചു. അച്ഛാ, ഇയാള് മനഃപൂർവ്വം ഇത് ചെയ്യുന്നേ. പോലീസ് പിടിച്ചുകൊണ്ട് പോയ ശ്രീകുട്ടിയുടെ അമ്മയെ ഇതുവരെ സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടില്ല. അത് ഞാൻ ചോദിച്ചേനാ. കേട്ടല്ലോ, ഈ പറയുന്ന അവൾ എവിടെയാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാ അറിയാന്ന് പറയുന്നത്? ശ്രീകുട്ടിയുടെ അമ്മയെ ഒളിപ്പിച്ച് വെച്ചിട്ട് വീണ്ടും കള്ളം പറയാച്ചാ. ദേ, കണ്ടില്ലേ ദേഷ്യം? കണ്ടില്ലേ? ഈ ദേഷ്യം എന്നോട് കാണിച്ചു. ദേ, പിടിച്ചു മാറ്റാൻ വന്ന പോലീസുകാരെയും തല്ലി. പിന്നെ നോക്കിയിരിക്കാൻ പറ്റൂ? പിടിച്ച് സെല്ലടച്ചു. അപ്പോ പോലീസ് പിടിച്ചോണ്ടുപോയ ഈ കുട്ടിയുടെ അമ്മ? ആർക്കറിയാം? അച്ഛാ, ഇത് ഉറപ്പായിട്ട് ചതിയാ. സർ, പോലീസ് എന്ന് പറഞ്ഞ ശരിക്കും ജനങ്ങളെ രക്ഷിക്കാനുള്ളവരാ. സാറിനെ പോലുള്ളവർ ഡിപ്പാർട്ട്മെന്റിന്റെ വില കളയരുത്. എന്നെ വിലയും നിലയും പഠിപ്പിക്കാൻ നിങ്ങളാരാ? ഞങ്ങൾക്ക് നീതി കിട്ടണം. നീതി വേണമെങ്കിലേ പല കോടതിയിലും ചെല്ലും. സാറേ, അത് ഞാൻ ഏയ് വേണ്ട, കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഇതേ എന്റെ സ്റ്റേഷനാണ്. ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. നല്ലത് കാണണമല്ലേ? ചോണയുണ്ടെങ്കിൽ കാണിക്കും. ദേ, പിന്നെ ഇപ്പൊ ആവശ്യമില്ലാതെ തർക്കിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. പോട്ടെ. അരുൺ, നീ ധൈര്യമായിട്ടിരിക്കും. ഞങ്ങളിവിടെ ഉണ്ട്. ദേഷ്യം വാശി തീർക്കുക. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? താൻ IG ഒന്ന് വിളിക്കും. നമസ്കാരം സാർ. അതെ, വസുന്ധരേ. സാർ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.